പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ ദിവസം കഴിയുന്തോറും വിക്രമിനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുകയാണ്. അങ്ങനെ വിക്രമിനോടുള്ള നീരസമെല്ലാം മാറി വിക്രമിനെ സ്നേഹിച്ചു തുടങ്ങുകയാണ് വേദ. അങ്ങനെ വിക്രം തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു വാക്കു കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വേദ. എന്നാൽ വിക്രം ഒരിക്കൽ പോലും വേദയെ തന്റെ ഭാര്യയായി അംഗീകരിക്കുകയോ തന്റെ സ്നേഹം തുറന്നു പറയുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു വിധത്തിലും വിക്രം വേദയെ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വേദ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വേദ പോയത് നന്നായി എന്ന് തന്നെ വിക്രം കരുതുകയാണ്. അങ്ങനെ രാധയെ വിവാഹം കഴിക്കാൻ വേണ്ടി വിക്രം തീരുമാനിക്കുകയാണ്. കമലാമ്മയ്ക്കാണെങ്കിൽ അതൊട്ടും സഹിക്കുന്നില്ല. അങ്ങനെ വിക്രമിനെ വഴക്ക് പറയുകയാണ് കമലാമ്മ. അത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദയ്ക്ക് നല്ല ഭാവിയുണ്ട്, ഇവിടെ കിടന്ന് നശിക്കേണ്ടതല്ല അവളുടെ ജീവിതം. മാത്രമല്ല അവളുടെ അച്ഛന് ഈ വിവാഹത്തിന് ഒട്ടും സമ്മതമല്ല. ഈ വീട് ഒരിക്കലും അവൾക്ക് അർഹതപ്പെട്ട സ്ഥലമല്ല അമ്മേ. അവളെപ്പോലെ ഒരു പെൺകുട്ടി ഇവിടെയല്ല ജീവിക്കേണ്ടത്. അവളുടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാമല്ലോ. അങ്ങനെ വിക്രമിന്റെ അവസാനത്തെ തീരുമാനം കേട്ട് കമലാമ്മ നെട്ടുകയാണ്. വേദ എനിക്ക് ഒരിക്കലും ചേർന്ന പെണ്ണല്ല, രാധയാണ് എനിക്ക് ചേർന്ന പെണ്ണ്. അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുകയാണ് എന്നൊക്കെ വിക്രം പറയുകയാണ്. വിക്രമിന്റെ വാക്കുകൾ കേട്ട് കമലാമ്മ സങ്കടപ്പെടുകയാണ്. വാർത്ത കേട്ടപ്പോൾ രാധയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു വിക്രമുമായിട്ടുള്ള വിവാഹം. ഒരിക്കലും നടക്കില്ല എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് രാധ. അങ്ങനെ വേദയുടെ വീട്ടുകാർ അർച്ചനും വേദയുമായിട്ടുള്ള വിവാഹവും തീരുമാനിച്ചു. രണ്ടുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ ടൈമിൽ തന്നെയായിരുന്നു. ആ സമയം വിക്രമിന് വേദിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ വരികയാണ്. വേദിക്ക് അതേ അവസ്ഥയാണ്. വേദിയുടെ മനസ്സിന് വിക്രമിനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറയുകയാണ്. ആകെ നെഞ്ചു പൊട്ടുന്നൊരു വേദനയിൽ നിൽക്കുകയാണ് വേദ. കാരണം വിക്രം ഇതുവരെ തൻ്റെ ഭർത്താവായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, മറ്റൊരാളുടെ ഭർത്താവാകാൻ പോവുകയാണ്. വിക്രമുമായിട്ടുള്ള വിവാഹം ദൈവനിശ്ചയമാണ്. അതുകൊണ്ട് തന്നെ വിക്രം തന്നെ തേടി വരും. ഒരിക്കലും വിക്രമിനെ തന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ല. വിക്രമിൻ്റെ ഉള്ളിൽ തന്നോട് സ്നേഹമുണ്ട് എന്നൊരു വിശ്വാസം വേദയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ വേദിയുടെ വീട്ടുകാർക്ക് സന്തോഷത്തിൻ്റെ നാളുകളാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വേദിയുടെ വീട്ടുകാർ വേദിയും അർച്ചനും തമ്മിലുള്ള വിവാഹത്തിന് ഒരുങ്ങുകയാണ്. വേദിയുടെ അച്ഛനും സന്തോഷം അടക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ രാധയും വിക്രമും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ വിക്രമും രാധയും അണിഞ്ഞൊരുങ്ങി കതിർമണ്ഡപത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണ് വേദയുടെ ഓർമ്മകൾ വിക്രമിനെ അലട്ടുന്നത്. വേദയുടെ ഓർമ്മകൾ ചിത്രങ്ങൾ പോലെ വിക്രമിന്റെ ഉള്ളിൽ മാറി മാറി വരുന്നുണ്ട്. രാധയെ ഒരു ഭാര്യയായി സങ്കല്പിക്കാൻ വിക്രമിന് കഴിയുന്നില്ല. അങ്ങനെ രാധയുടെ കഴുത്ത് താലി കെട്ടാൻ ഒരുങ്ങുമ്പോൾ വിക്രമിന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ്. അങ്ങനെ വിക്രം താലി അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ സമയം എല്ലാവരും വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം, എവിടേക്കാണ് ഞാൻ ഓടുന്നത്? വിക്രമാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ വിക്രം ഓടിയെത്തുന്നത് വേദിയുടെ അർച്ചന്റെ വിവാഹം നടക്കുന്ന ആ ഒരു കതിർ മണ്ഡപത്തിലേക്കാണ്. അവിടെ അർച്ചന്റെ കയ്യിൽ താലി എടുത്ത് കൊടുത്തിട്ടുണ്ടാവും പൂജാരി. ആ സമയം വിക്രം ആകെ ടെൻഷനോടെ അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പൂജാരി അർച്ചനോട് താലി കെട്ടിക്കോളൂ എന്ന് പറയുമ്പോൾ ആ സമയം വിക്രം എല്ലാവരെയും നെട്ടിച്ചുകൊണ്ട് നിർത്ത് എന്ന് ഉറക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ കണ്ട വേദ ആകെ അന്താളിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. വേദ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്നോടുള്ള എൻ്റെ സ്നേഹം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിന്റെ സ്ഥാനത്ത് എനിക്ക് വേറെ ഒരാളെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ രാധയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല വേദ. നീ വേറെ ഒരാളുടെ ഭാര്യയാകുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല വേദ എന്ന് പറയുകയാണ് വിക്രം. ഈ ലോകത്ത് ആരേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആരെയും ബലിയാടാക്കാൻ ഞാൻ നോക്കിയതല്ല. പക്ഷെ ഇപ്പോഴാണ് നിന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായത്. വിക്രമിന്റെ വാക്കുകൾ കേട്ടപ്പോൾ വേദ ആ മാലയെല്ലാം വലിച്ചൂരി വിക്രമിന്റെ അരികിലേക്ക് ഓടിയെത്തുകയാണ്. അങ്ങനെ വേദിയുടെ മുഖം പിടിച്ചുകൊണ്ട് വിക്രം പറയുകയാണ്, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല വേദ, നീയാണ് എൻ്റെ പെണ്ണ്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നൊക്കെ വിക്രം പറയുകയാണ്. അങ്ങനെ അവിടെയുള്ളവർ എല്ലാവരും കേൾക്കെ വേദ പറയുന്നുണ്ട്, ഈ ഒരു വാക്കിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. വിക്രം എന്നെ താലി കെട്ടിയത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ടാണ് വിക്രമിനെ പിന്നെയും എൻ്റെ അരികിലേക്ക് എത്തിച്ചത്. അതിർമണ്ഡപത്തിൽ കയറുമ്പോഴും വിക്രം വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എനിക്ക് വിക്രമിനെ അല്ലാതെ വേറെ ആരെയും കാണാൻ കഴിയില്ല എന്നൊക്കെ വേദ പറയുന്നുണ്ട്. അങ്ങനെ വിക്രം വേദയെ കൈപിടിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ആ സമയം രാധയാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വേദിയുടെ കൈ പിടിച്ചു വരുന്ന വിക്രമിനെ കണ്ട് ആകെ നെട്ടിത്തരിക്കുകയാണ് രാധ. സുധാകര മാസ്റ്ററും കമലാമ്മയും നെട്ടിത്തരിച്ച് വിക്രമിനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ കമലാമ്മ വിക്രമിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. വിക്രം, നീ എന്താണ് ഈ ചെയ്തത്? നിങ്ങളുടെ കുട്ടിക്കളിക്കുള്ളതാണോ രാധ? ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. രാധയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. രാധയെ വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? ഈ പാവത്തിനെ കതിർമണ്ഡപത്തിലിരുത്തി വേദയെ കൈപിടിച്ച് കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ തോന്നി? അങ്ങനെ കമലാമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ കഴിയാതെ വിക്രമിന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. ഈ സമയം വേദ പറയുന്നുണ്ട്, വിക്രമിനോട് ദേഷ്യമൊന്നും തോന്നരുത്. വിക്രമിനെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് ഏതൊരു ശക്തിയാണ്. ഞങ്ങൾ ഒന്നിക്കണമെന്നത് ദൈവനിശ്ചയമാണ്. അത് ആർക്കും തടുക്കാൻ കഴിയില്ല. ആ സമയം രാധയാണെങ്കിൽ സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ആ മാലയെല്ലാം വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്.
അങ്ങനെ രാധ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി എനിക്ക് ജീവിക്കേണ്ട. ഇത്രയും വലിയൊരു അപമാനം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. വിക്രമിനെ സ്നേഹിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാനൊരു വിഡ്ഢിവേഷം കിട്ടില്ല. അതുകൊണ്ട് ഇനി വിവാഹമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ രാധയെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. വേദയും വിക്രമും രാധയുടെ മുഖത്ത് നോക്കി വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ വിക്രമും രാധയെ ഒന്നിക്കുകയാണ്. സുധാകരൻ മാസ്റ്റർക്ക് വിക്രം ചെയ്തത് ഒട്ടും ഇഷ്ടമായില്ല. ഒരു പാവം പെൺകുട്ടിയുടെ ശാപം നിങ്ങൾക്ക് എന്നും ഉണ്ടാകും. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിച്ചത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ സുധാകരൻ മാസ്റ്റർ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, വിക്രമും വേദയും അത്രയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത്. ഈ രാധയുമായിട്ടുള്ള വിക്രമിന്റെ വിവാഹം കഴിഞ്ഞാലും അവർക്കൊരിക്കലും പരസ്പരം സ്നേഹിക്കാൻ കഴിയില്ല. വേദയാണ് അവന്റെ ഭാര്യയായിട്ട് ദൈവം നിശ്ചയിച്ചത്. നമ്മുടെ മോളെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദൈവം കൊണ്ടുവന്നതാണ് വേദമോളെ. രാധയെ നല്ലൊരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. അതോടുകൂടി മോളുടെ വിഷമമെല്ലാം മാറും എന്നൊക്കെ പറയുകയാണ് കമലാമ്മ. അങ്ങനെ വേദയുടെയും വിക്രമിന്റെയും സന്തോഷത്തിന്റെ നാളുകളാണ്. വേദിയുടെ വീട്ടുകാരെ ഈ സംഭവം വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. വേദിയെ ഒരിക്കലും ഒരു മകളായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. വേദി ഒരിക്കലും വീട്ടിലേക്ക് കയറരുത് എന്നൊക്കെ പറയുകയാണ് വേദിയുടെ അച്ഛൻ. അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ രാധ മാനസികമായി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ രാധ ആരോടും മിണ്ടാതെയായി. അങ്ങനെ രാധ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയാണ്. വേദയുടെ ഈ അവസ്ഥ കണ്ട് വിക്രമിനും വേദയ്ക്കും വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. രാധ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറെ ദിവസത്തെ ശ്രമത്തിന് ശേഷം വേദ തന്നെ രാധയെ മാറ്റിയെടുക്കുകയാണ്. പിന്നീട് രാധയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.